ബിഗ് ബോസ് കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഈ സൗഹൃദം തുടരുമെന്നാണ് പലരും പറഞ്ഞത്. എന്നാൽ ബിഗ് ബോസിന് പുറത്തെത്തിയ ശേഷവും ഇരുവരും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഇട്ട റീൽസിനും ഗബ്രി ഇട്ട റീൽസിനും രണ്ടുപേരും പരസ്പരം കമന്റ് ഇട്ടിരുന്നു. വാവ് ഡാൻസർ ചേച്ചി എന്നാണ് കഴിഞ്ഞ ദിവസം ജാസ്മിൻ പങ്കിട്ട ഡാൻസ് റീലിന്റെ താഴെ ഗബ്രി കമന്റ് ചെയ്തത്. കെപ്രി നിന്റെ ചിരി എന്നാണ് ഗബ്രിയുടെ വീഡിയോയ്ക്ക് താഴെ ജാസ്മിൻ കമന്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും രണ്ടുപേരുടെയും കമന്റുകൾ ജബ്രി ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതോടെ നിരവധി പേരാണ് രണ്ടുപേരുടെയും വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തുന്നത്. രണ്ടുപേരും കൂടി ഒരു റീൽ ചെയ്യണം, നിന്റെ മനസ്സിലുള്ള ആ സ്നേഹം മുഖത്ത് കാണാനുണ്ട്, ആർക്കും അത് തടയാനാകില്ല, സ്നേഹം സത്യമാണ്, ജാസ്മിൻ ഇല്ലാത്ത ഗബ്രിക്കും ഗബ്രി ഇല്ലാത്ത ജാസ്മിനും പൂർണ്ണതയില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിക്കൂ, നിങ്ങൾ എന്നും ഇതുപോലെ നിങ്ങൾക്ക് കംഫർട്ട് എന്താണോ അതുപോലെ ഒന്നിച്ചിരിക്കണം, നിങ്ങളുടെ ശത്രുക്കളുടെ ചിരി മായണം, റിയാക്ട് പോലും ചെയ്യാനാവാതെ തകരണം അവരെല്ലാം, നിങ്ങൾ ഒന്നിനും പ്രതികരിക്കരുത്, നിങ്ങളുടെ ഹാപ്പിനെസ്സുമായി മുന്നോട്ട് പോകണം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ഗബ്രിയുടെ വീഡിയോയ്ക്ക് താഴെ വന്നത്. ആരാധകർ മാത്രമല്ല വിമർശകരും രണ്ടുപേരുടെയും വീഡിയോയ്ക്ക് താഴെ എത്തുന്നുണ്ട്. ജാസ്മിന്റെ വീഡിയോയ്ക്ക് ഗബ്രി കമന്റ് നൽകിയതോടെയാണ് ഗബ്രിയെ വിമർശിച്ചുകൊണ്ടുള്ള ആൾക്കാർ വരാൻ തുടങ്ങിയത്. വാവ് ഡാൻസർ ചേച്ചി എന്നാണ് ജാസ്മിന്റെ വീഡിയോയ്ക്ക് ഗബ്രി കമന്റ് ചെയ്തിരിക്കുന്നത്. ജാഫറക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് മതിയായില്ലേ, നീ എവിക്റ്റ് ആയപ്പോഴുള്ള ക്ലിപ്പ് ശരിക്കും കണ്ണു തുറന്നു നോക്കൂ, ആ ചിരി കാണാം, ആവശ്യം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജാസ്മിൻ ചേച്ചിയായോ എന്നൊക്കെയാണ് ഗബ്രിയുടെ കമന്റിനെതിരെ വന്ന വിമർശനങ്ങൾ. നീ പോയി ചാവട എന്നൊരു കമന്റിന് ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ എന്നാണ് ഗബ്രി തിരിച്ച് മറുപടി നൽകിയിരിക്കുന്നത്. എന്നാൽ ഗബ്രിക്കെതിരെ ഇട്ട കമന്റ് കുറച്ച് കൂടിപ്പോയെന്നും ആരുടെയും മരണം ആഗ്രഹിക്കരുതെന്നും സ്വന്തം കാര്യം നോക്കാനും പറഞ്ഞ് കമന്റ് ഇട്ടയാൾക്കെതിരെയും ചിലർ രംഗത്ത് വരുന്നുണ്ട്. അതേസമയം ഗബ്രിയുമായുള്ള കോംബോ കാരണമാണ് ജാസ്മിനെ ബിഗ് ബോസിൽ 1-ാം സ്ഥാനം ലഭിക്കാത്തത് എന്ന് പറഞ്ഞവരും നിരവധിയാണ്. ജാസ്മിൻ ഗബ്രിയുമായി കോംബോ ഉണ്ടാക്കാതെ കളിച്ചിരുന്നെങ്കിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ എത്തുമായിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. അതേസമയം ജാസ്മിനും ഗബ്രിയും തുടക്കം മുതലേ ഒരുമിച്ചാണ് ഗെയിം കളിച്ചിരുന്നത്. ബിഗ് ബോസിൽ ലവ് കോംബോകൾ ഉണ്ടാവാറുണ്ടെങ്കിലും ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് വലിയ വിമർശനമാണ് ലഭിച്ചത്. ബിഗ് ബോസിനകത്തും പുറത്തും ഒരുപോലെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിനെ വ്യക്തിപരമായും ബാധിച്ചിരുന്നു. തുടക്കത്തിൽ രണ്ടുപേർക്കും മറ്റു മത്സരാർത്ഥികളുമായി തീരെ അടുപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഗബ്രി പുറത്തു പോയതോടെ ജാസ്മിൻ മറ്റുള്ള മത്സരാർത്ഥികളുമായി സൗഹൃദം ഉണ്ടാക്കി. അതെല്ലാം തന്നെ ഷോ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ജാസ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ കുറച്ചിരുന്നു. എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഗബ്രിയുടെ റീ എൻട്രിയോടെ ജാസ്മിൻ പഴയ പോലെ കോംബോ ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവയെല്ലാമാണ് ജാസ്മിൻ ഒരർത്ഥത്തിൽ തിരിച്ചറിയായതും കൈ അകലത്തിൽ നിന്ന് കപ്പ് വരെ നഷ്ടമായതെന്നുമാണ് ഒരു വിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത്. ജിൻഡോ 1-ാം സ്ഥാനം നേടുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പായപ്പോഴും 2-ാം സ്ഥാനത്ത് ജാസ്മിൻ എത്തുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. എന്നാൽ 3-ാം സ്ഥാനമാണ് അവസാനം ജാസ്മിൻ നേടിയത്. പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ സൈബർ ബുള്ളിയിങ്ങിനെ എങ്ങനെ നേരിടുമെന്ന് പലരും ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ അവയെല്ലാം ധൈര്യത്തോടെ നേരിടുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിച്ചത്. തുടക്കത്തിലൊന്ന് പതറിപ്പോയെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ജാസ്മിൻ സജീവമാവുകയാണ്. ജാസ്മിൻ രസ്മിനുമായാണ് ഇപ്പോൾ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നത്. പുറത്തിറങ്ങി കുറേ ദിവസം രസ്മിനുമായി യാത്രയിലുമായിരുന്നു ജാസ്മിൻ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.